കൽബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്താ നീ ഒന്നും മിണ്ടാത്ത്? രാത്രി മുന്നേ വിളിച്ചു ലൈലക്ക്. ഫോൺ എടുത്തപാടെ അവൾ നുസ്രയുടെ കാര്യം പറഞ്ഞു. അവൻ തലേ ദിവസത്തെ പോലെ തന്നെ ആയിരുന്നു. അതേക്കുറിച്ചൊന്നും മിണ്ടിയില്ല. മൗനം പാലിച്ചു. എടാ നിന്നോടാ ചോദിക്കുന്നത്, എന്താ ഒന്നും മിണ്ടാത്തേ? ഇന്നലത്തെ പോലെ തിരക്കുണ്ടെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാനും നിൽക്കില്ല. ഒരു വരവരും അങ്ങോട്ട്, അറിയാലോ തന്നെ. അവൾ വീണ്ടും പറഞ്ഞു. ലൈല, എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. നിന്നോട് അവൾ തെറ്റ് ഏറ്റു പറഞ്ഞെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ മാറി. ഞാൻ ക്ഷമിച്ചു എന്ന് പറ. ദേഷ്യമില്ല, ക്ഷമിച്ചു. പക്ഷെ അതുമാത്രം പോരല്ലോ. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ. അതേക്കുറിച്ച് എന്താണെന്നും പറയാത്ത? എടാ, അവൾക്ക് വീട്ടിൽ പ്രപ്പോസൽസ് നോക്കുന്നുണ്ട്. നിന്റെ മറുപടി അറിഞ്ഞിട്ട് അവൾക്ക് നിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ. അതേക്കുറിച്ച് എനിക്കൊന്നും പറയാനല്ലേ ലൈല. ഞാൻ അവൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നിന്നെ കണ്ടപോലെ കണ്ടിട്ടുള്ളൂ. ഒരു നല്ല ഫ്രണ്ട്, അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. ശരി, സമ്മതിച്ചു. ഫ്രണ്ടായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഇത്രയും ദിവസത്തെ കാര്യം. പക്ഷെ ഇനി കാണാലോ. ഫ്രണ്ട് എന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം നിന്റെ ജീവിതത്തിൽ അവൾ കൊടുക്കാമല്ലോ. എടാ, എന്താ അവൾക്കൊരു കുഴപ്പം? നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേടാ. മൂസിത്താക്കും ഉമ്മാക്കും ഒക്കെ അവൾ ഒരുപാട് ഇഷ്ടമാണ്. എന്തുകൊണ്ട് നിനക്കും നിന്റെ വീടിനും ചേരുന്ന പെണ്ണ? ഒന്ന് മനസ്സിലാക്കടാ. ലൈല, അവനവളെ എതിർത്ത് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ, നീ തന്നെ, നിന്നോട് തന്നെ ഞാൻ പറയുന്നത്. എടാ, എന്താ നിന്റെ പ്രശ്നം? അവൾ നിന്റെ ഫ്രണ്ടായതോ? ഫ്രണ്ടിനെ ജീവിത പങ്കാളിയായിട്ട് കാണാൻ പറ്റില്ലെന്നോ? എൻ്റെ മുന്ന, അപ്പം നീ എൻ്റെ കാര്യം നോക്കിയേ. എൻ്റെ യുവാൻ കഴിയുന്നത് ആരുമായിട്ടാ? ഞാനിപ്പോൾ ജീവിക്കുന്ന ആരുടെ കൂടെയാണ്? എൻ്റെ ശത്രുവായിരുന്നവരുടെ കൂടെയാണ്. എന്നിട്ട് ഞാൻ സന്തോഷത്തിലല്ലേ ഉള്ളത്? അപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ യുവാൻ കഴിച്ചാൽ എത്ര സന്തോഷത്തോടെ ജീവിക്കാം. എടാ, ഇത് നിൻ്റെ ഭാഗ്യമാണ്. ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരുത്തി ജീവിതത്തിലേക്ക് വരുന്നതിനേക്കാൾ എത്ര നല്ലതാണ്. നിന്നെ അറിയുന്ന ഒരുത്തി വരുന്നത്. തമ്മിൽ നല്ല ധാരണയും സ്നേഹമൊക്കെ ഉണ്ടാകൂടാ. പ്രത്യേകിച്ച് ഒരേ പ്രായക്കാരാകുമ്പോൾ. ഒന്ന് സമ്മതിക്കടാ. നല്ല മുന്നേ അല്ലേ? അവളോട് ഇഷ്ടമാണെന്ന് പറയടാ. അതിനുവേണ്ടി അവൾ കാത്തിരിക്കുന്നു. വേദനിപ്പിക്കല്ലേടാ അതിനെ, പ്ലീസ്. അവൻ്റെ മനസ്സ് മാറിക്കിട്ടാൻ അവൾ അവസാനത്തെ അളവ് തന്നെ എടുത്തു. കെഞ്ചൽ. ഓരോന്ന് പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരുന്നു. അവൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവൾ നെഞ്ചത്തടിച്ച് കരഞ്ഞവരെ കാണിച്ചേനെ. എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ ലൈല. ഞാനിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ? ഞാൻ എന്നെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല. സ്വപ്നം മുഴുവൻ മൂസിയെക്കുറിച്ചാണ്. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം. ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഒപ്പം ഉമ്മാൻ്റെ സന്തോഷവും. അതിനുവേണ്ടിയാണ് ഇന്ന് നിങ്ങളേക്ക് വിട്ടുവിടാന്നൊരു പ്രയത്നം. പിന്നെ നുസ്ര, അവളെല്ലാ സുഖസൗകര്യങ്ങളോടും കൂടെ ജീവിക്കുന്ന പെണ്ണ. മകന് പെണ്ണ് നോക്കുന്ന പോലെ അല്ല, മകൾക്ക് ചെറുക്കനെ നോക്കുക. അക്കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കും വീട്ടുകാർ. കാരണം അവൾ എന്നും ജീവിക്കേണ്ട അവിടെയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മൂസിയെ സ്വീകരിച്ച പോലെ അവരെന്നെ സ്വീകരിക്കണമെന്നില്ല. നുസ്രയ്ക്ക് ഞാൻ ചേരില്ല ലൈല. അവൾ ആഗ്രഹിക്കുന്ന സുഖം അവൾക്ക് എൻ്റെ വീട്ടിൽ കിട്ടില്ല. എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. എന്തിനാ വെറുതെ? വേണ്ട. അവൾക്ക് നല്ലൊരു ജീവിതമുണ്ട്. അവൾ നീ പറഞ്ഞ് മനസ്സിലാക്കണം. അവൾ പിന്തിരിയും. ദേ ചെറുക്ക, ഇത്രയും നേരം മുത്തേത്തേനെ പറയുന്ന വിളിച്ച് ഈ നാവി നേരം തെറി കേൾക്കണം നിനക്ക്. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുന്നു കൊരങ്ങൻ. എടാ, പിന്തിരിയാൻ പറഞ്ഞാൽ അവൾ പിന്തിരിയെന്ന് തോന്നുന്നുണ്ട് നിനക്ക്? ആ, നിനക്ക് തോന്നും ചിലപ്പോൾ. കാരണം നീ അവളുടെ സ്നേഹം കാണുന്നില്ലല്ലോ. അതറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ലല്ലോ. നീ ഇപ്പോൾ പറഞ്ഞല്ലോ നീ അവൾക്ക് ചേരില്ലെന്ന്. നിനക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ, അവൾക്ക് തോന്നിയിട്ടില്ല. അതെന്താണെന്നറിയോ? അവൾ സ്നേഹിച്ചത് നിന്നെയാണ്, അല്ലാതെ നിന്റെ ചുറ്റുപാടിനെയല്ല. എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ സ്നേഹിച്ച്. അതൊന്നും പോരെ നിനക്ക് അവളുടെ സ്നേഹം സത്യമാണെന്ന് മനസ്സിലാക്കാൻ? അതുമാത്രമോ, ഇന്ന് മൂസിത് എത്ര സന്തോഷവതിയാണ്. അതിന് കാരണം അവളല്ലേടാ. പിന്നെ നീ ഇപ്പോൾ ഒരു വിവാഹം സങ്കല്പിച്ചില്ലെന്ന്. അതിന് ആര് പറഞ്ഞു നീ ഇപ്പം തന്നെ അവൾ വിവാഹം കഴിക്കണമെന്ന്? വേണ്ട, ഉടനെ ഒന്നും വേണ്ട. എന്ന് നീ നിന്റെ ഉമ്മാരുടെ സ്വപ്നം പൂർത്തീകരിച്ച് ആ വലിയ പദവിയിലെത്തുന്നോ അന്ന് മതി നിങ്ങളുടെ വിവാഹം. അവൾ കാത്തിരിക്കും. നിനക്ക് വേണ്ടി അവൾ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കും. പക്ഷേ നീ അവൾക്ക് അവൾ ആഗ്രഹിക്കുന്നൊരു മറുപടി നൽകും. നീ അവളെ ഇനിയും വേദനിപ്പിക്കില്ലെന്നാ എൻ്റെ വിശ്വാസം. അവൾ വീണ്ടും പറഞ്ഞു. മുന്നൊക്കൊന്നും പറയാനില്ലായിരുന്നു. മൗനമായി കേട്ടു നിന്നു. മുന്ന, എന്താടാ വിഷമായ നിനക്ക്? നിനക്കിഷ്ടമല്ല, നീ വേണ്ടടാ. ഞാൻ ഇനി പറയില്ല, നിന്നെ നിർബന്ധിക്കില്ല. ഈ ചെക്കനൊരു നടക്കൊന്നും വീഴിയില്ലെന്ന് കണ്ട് അവൾ കരച്ചിലും പുറത്തേക്കെടുത്തു. ഇല്ല, നീ പറഞ്ഞോ. എന്തു പറയാൻ? ഇനി പറയുന്നൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചു. നുസ്രയുടെ വീട്ടിൽ അവൾ തന്നെ അവതരിപ്പിച്ചോളൂ. നിന്റെ വീട്ടിൽ ഞാൻ പറയാം. അല്ലേ വേണ്ട, അമൻ പറയും. തലയിരിക്കുമ്പോൾ വാലാടുണ്ടല്ലോ. നിന്റെ ഉമ്മാക്കിപ്പോൾ ആ പോത്തിനെ മതി, എന്നെ വേണ്ട. നുസ്രയുടെ വീട്ടുകാർക്ക് ഒരു എതിർപ്പും ഉണ്ടാവില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ നിന്റെ വീട്ടിലിത് പറയേണ്ട താമസം. ഉമ്മയും ഇത്തേയും ചാടി തുള്ളിക്കോളും. അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനമായി. ഇനി നീ ഒന്ന് വന്നിട്ടിയാൽ മതി. കല്യാണം അടുത്ത് വരികയാണെന്ന കാര്യം മറക്കല്ലേ പോന്നേ. ലീവ് ഉണ്ടോ ഇല്ലേ എന്ന് ഞങ്ങൾക്ക് അറിയണ്ട. ഉടനെ വന്നോ. അപ്പോൾ ശരി, വെക്കുവാണേ. അവൾ ഫോൺ കട്ട് ചെയ്തു. മനസ്സിനൽപ്പം സമാധാനം കിട്ടിയത് അവൾ അറിഞ്ഞു. റബ്ബേ, അവൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയത്തിൻ്റെ വിത്ത് ഇതിനോടകം മുളച്ചിട്ടുണ്ടാവണേ. അല്ലാണ്ട് ചുമ്മാ ആരുടെങ്കിലുമൊക്കെ നിർബന്ധം കൊണ്ട് അവൾ കെട്ടാമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? മനസ്സിൽ നുസ്രയോട് ഇഷ്ടം തോന്നണേ അവന്. ഇല്ലേ, ഞാൻ ഈ വായിട്ടടച്ചവും കണ്ണു നിറച്ചൊക്കെ വേസ്റ്റ്. കാത്തോളണേ.
അവൾ മോളിലേക്ക് നോക്കി കെഞ്ചുന്ന പോലെ കാണിച്ച് നേരെ റൂമിലേക്ക് വിട്ടു. അല്ലാ, ഒന്ന് കഴിയുമ്പോൾ അടുത്ത്. ഇനി ഈ ടാങ്കർ ലോറി പിടിച്ച് സൈഡിലേക്ക് ഇട്ടിട്ട് ഞാൻ എപ്പോൾ കിടക്കാനാ? അവൻ ബെഡിൻ്റെ ഒത്ത നടുക്ക് മലർന്ന് കണ്ടിട്ട് അവൾ മുഖം ചൊളിച്ചു. നോക്കി നിന്നിട്ട് കാര്യമില്ല. രാവിലെ വരെ നിക്കലേ ഗതി ഉണ്ടാവും തോന്നിയതും അവൾ ബെഡിൽ കയറി. കൈത്തണ്ണ മുഖത്ത് വെച്ചിട്ടാണ് അവൻ കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഉറങ്ങിയതാണോ അല്ലയോ എന്ന് അവൾക്ക് അറിയില്ല. അവൻ നീ കിടക്ക്. അവൾ പതിയെ അവൻ്റെ കയ്യിൽ തട്ടി. അവൻ മുഖത്തു നിന്ന് കൈമാറ്റി അവൾ നോക്കി. ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ച് ഉറങ്ങിക്കാണോന്ന്. ഉറക്കം വന്നില്ല. അവൻ നീങ്ങി സൈഡിലേക്ക് കിടന്നു. അതെന്താ? അവൾ പില്ലോ കവർ ശരിയാക്കുന്നതിനിടയിൽ അവനെ നോക്കി. ഏയ് ഒന്നുമില്ല. അത് ചുമ്മാ. എന്തോ ഉണ്ട്. ഏതായാലും നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ. എന്തോ ഉണ്ടെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. എന്താ അവൻ? വയ്യേ? ഒന്നുമില്ലടി, ഒരു തലവേദന പോലൊക്കെ. തലവേദന തന്നെയാണോ അതോ സാനിയെ മിസ് ചെയ്യുന്നുണ്ടോ? അവൾ കളിയാക്കി ചോദിച്ചു. ഓടി. അവൻ തിരിഞ്ഞു കിടന്നു. അവളോട് കളിക്കാനും ചിരിക്കാനൊന്നും വയ്യായിരുന്നു അവന്. മനസ്സാകെ കരങ്ങി മറിയുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കം വന്ന് കിട്ടിയെങ്കിൽ അല്പം സമാധാനമായിരുന്നു കരുതിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. നെറ്റിയിൽ ഇളം ചൂട് അനുഭവപ്പെടുന്നവൻ അറിഞ്ഞു. ഉടനെ കണ്ണുകൾ തുറന്നു നോക്കി. അവളുടെ വിരൽ സ്പർശമായിരുന്നത്. വയ്യെങ്കിൽ മരുന്ന് വെക്കാൻ പാടില്ല അമ്മൻ. ചുമ്മാ കിടന്നെങ്ങനെയാ വേദന മാറുക? നല്ല മരുന്നാ. ഇന്നാൾ ക്ലാസ്സിൽ നിന്ന് തലവേദന വന്നപ്പോൾ നുസ്ര തന്നാ. പെട്ടെന്ന് മാറുന്നുണ്ട് വേദന. തലക്കും ചൂട്, അവളുടെ വിരലുകൾക്കും ചൂട്. എന്നിട്ട് എവിടേക്കോ തണുപ്പ് അനുഭവപ്പെടുന്നത് അവൻ അറിഞ്ഞു. കണ്ണിമയ്ക്കാതെ അവളെ നോക്കിക്കിടന്നു. ഫോണും ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നൊന്ന് കുറക്ക്. എന്നാൽ ശരിയാവും നിന്റെ തലവേദന. ഉറങ്ങിക്കോ, രാവിലേക്ക് മാറിക്കോളും. മരുന്ന് വെച്ച് കൊടുത്തതിന് പുറമെ അവൾ ആ നെറ്റിയിൽ പതിയൊന്ന് തഴുകുകയും ചെയ്തു. അവൾ അരികിൽ നിന്ന് എണീക്കാൻ നോക്കിയതും അവൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ചു. ആ? അവൾ എന്താന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി. എടി, നല്ല വേദന. ഇത്തിരി നേരം മസാജ് ചെയ്തിട്ട് പോ. അവൻ അവിടെ മടിയിൽ തലവെച്ച് കിടന്നു. അവൾ എതിർത്തില്ല. എന്തുകൊണ്ടോ ചെയ്തു കൊടുക്കണമെന്ന് തോന്നി. അലസമായി കിടക്കുന്ന അവൻ്റെ മുടിയിഴകളിൽ പതിയെ വിരലുകളിട്ട് മസാജ് ചെയ്യാൻ തുടങ്ങി. അവളുടെ സ്പർശനം അവൻ്റെ തലവേദന മാത്രമല്ല, മനസ്സിൻ്റെ വേദനയെ നീക്കിക്കൊടുത്തു. അവൻ അങ്ങോട്ട് കിടന്നു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് അവൾ അവൻ്റെ കവിളിൽ തട്ടി. എന്ത്, ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, നിനക്ക് ഉറക്കം വരുന്നുണ്ട് പറഞ്ഞാ? ആര് പറഞ്ഞു എനിക്ക് ഉറക്കം വന്നെന്ന്? അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി. ആരും പറഞ്ഞില്ല, എനിക്കതിനെ തോന്നി. നീ എന്തെടുക്കുകയെന്താണ്? കിച്ചണിലായിരുന്നോ? ഞാൻ പറഞ്ഞല്ലേ ജോലിക്കാരെങ്കിലും നിർത്താമെന്ന്. അല്ല, മുന്നേ വിളിച്ചിരുന്നു. ഞാൻ അവനോട് സംസാരിക്കായിരുന്നു. ജോലിയൊന്നുമില്ല അമ്മൻ, എനിക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. പിന്നെ പൗലോസ് ചേട്ടന് ഉപ്പ് വിളിച്ചിരുന്നു. കാലുവേദനയ്ക്ക് മാറി നാളെ തൊട്ട് വരുമെന്നാണ് പറഞ്ഞ്. മുന്നെന്ത് പറഞ്ഞു? അവൻ ചോദിച്ചു. അവളൊന്നും വിട്ടില്ല. സംസാരിച്ച മുഴുവൻ പറഞ്ഞു. അപ്പം നിനക്കുടനെ ഒരു കോള് വരുമല്ലോ. എനിക്കോ? ആരുടെ? ആ, നിനക്ക് തന്നെ. നുസ്ര വിളിക്കുന്ന എനിക്കിപ്പോൾ. നുസ്രയോ? എന്തിന്? അവൾക്ക് മുന്നേ വിളിച്ചതാണ് ഇപ്പോൾ. അത് പറയാൻ വേണ്ടി അവൾ നിന്നെ വിളിക്കും. മുന്നെയോ? അവൾക്കോ? അത് ഈ നേരത്ത്? അല്ലാത്ത നേരത്തെ തന്നെ വിളിക്കാത്തവനാ. പിന്നെ അല്ലേ ഇപ്പോൾ? എടാ, ഞാൻ അവനോട് അത്രയൊക്കെ പറഞ്ഞു നേരാ. അവൻ്റെ മനസ്സ് മാറുകയും ചെയ്യും. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമോ? ഇപ്പോൾ തന്നെ അവൻ അവളോട് സംസാരിക്കുമോ? ഏയ്, ചാൻസേ ഇല്ല. അത് മുന്നേ. ആ കാര്യം മറക്കണ്ട നീ. ഓക്കെ, ബട്ട് നിനക്കിപ്പോൾ നുസ്ര വിളിക്കും. അത് മുന്നേ വിളിച്ചെന്ന് പറയാൻ തന്നെ അവൻ ഉറപ്പിച്ച് പറഞ്ഞു. ഹാ, ഇല്ലെന്നല്ലേ പറഞ്ഞ്. നീ പിന്നെ എന്തിനാ അത് തന്നെ പറയുന്നേ? മുന്നേ എനിക്കറിയാം. അവൻ നിന്നേക്കാൾ നന്നായി. ഈ നേരത്തെ അവൻ വിളിക്കില്ല അവൾക്ക്. അവളും വിട്ടില്ല. ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. അവനൊന്നും ചിരിച്ചല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തിനാ ചിരിക്കുന്നേ? അവൻ വിളിക്കില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? ഓക്കെ ഫൈൻ. അവനിപ്പോൾ അവൾക്ക് വിളിക്കും, സമ്മതിച്ചു. പക്ഷെ പോത്തുപോലെ കിടന്നുറങ്ങുന്നവളാണോ ഫോൺ അടിക്കാൻ പോകുന്നത്? എടാ, നമ്മളിവിടെ ഉറങ്ങിയിട്ടില്ലെന്ന് കരുതി അവിടെ അവൾ ഉറങ്ങിയിട്ടില്ലെന്നാണ്. അവളിപ്പോൾ കൂർക്കമലി തുടങ്ങിയിട്ടുണ്ടാവും. അതൊന്നും എനിക്കറിയില്ല. നിന്റെ ഫോണിലേക്ക് ഇപ്പോൾ അവളുടെ കോള് വരും. അവൻ പറഞ്ഞിരുന്നില്ല. അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൾ അവനെ നോക്കി. എന്നിട്ട് ഫോണിലേക്കും. സ്ക്രീനിൽ നുസ്രയുടെ പേര് കണ്ടതും അവൾ കണ്ണും തള്ളി അവനെ നോക്കി. അവനെ നേരെ എടുക്കുന്ന കാണിച്ച് അവളുടെ മടിയിൽ നിന്ന് എണീറ്റ് കട്ടിലേക്ക് ചാരിയിരുന്നു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഒരു ഹലോ പറയാനുള്ള ഗ്യാപ്പ് പോലും നുസ്ര അവൾക്ക് കൊടുത്തില്ല. ചാടി കയറി കാര്യം പറഞ്ഞു. അതുകൂടായത് ലൈലയുടെ കണ്ണിപ്പോൾ പുറത്തേക്ക് വീഴുമെന്നായി. ഞാൻ വെക്കുക. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേല. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സുഖസുന്ദരായിട്ടൊന്ന് ഉറങ്ങാൻ പോവാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് മുത്തേ. ലൈലയൊന്നും ചോദിക്കാനോ പറയാനോ സമ്മതിച്ചില്ല. ഒരു ഫുൾ സ്റ്റോപ്പും ഇല്ലാതെ ചെറവറ എന്തൊക്കെയോ പറഞ്ഞിട്ട് നുസ്ര ഫോൺ വെച്ച്. ലൈല ചെവിന്ന് ഫോൺ എടുത്തു. എന്നിട്ട് ആ കിളി പോയതുപോലെ ഇരുന്നു. നുസ്ര വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞു, വിളിച്ചു. ഇനി വിളിച്ച കാര്യം എന്താ? ഞാൻ പറഞ്ഞു തന്നെയല്ലേ. താജിന്റെ ചോദ്യം ലൈലയുടെ കാതുകളിലേക്ക് എത്തി. അവൾ തലചരിച്ച് അവരെ നോക്കി. അവളുടെ മുഖത്ത് അപ്പോഴും അന്താളിപ്പുണ്ടായിരുന്നു. വേഗം അവന്റെ നേരെ തിരിഞ്ഞിരുന്നു. നിനക്കെങ്ങനെ അറിയാതൊക്കെ? മുന്നേ അവൾക്ക് വിളിക്കുന്ന നിനക്കെന്തായാലും ഇത്ര ഉറപ്പ്? മുന്നേ നിനക്ക് വിളിച്ചിരുന്നോ? അവൾക്ക് വിളിക്കണം നീ പറഞ്ഞ അവനോട്? ഇല്ല, അവൻ എനിക്ക് വിളിച്ചിട്ടുമില്ല. അവൾക്ക് വിളിക്കാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു
അവൻ അവളെ വിളിക്കുന്നു. കാരണം അവനൊരാണ്. നേരും നെറിയും സ്നേഹവും കരുതലും ധൈര്യവും കരുത്തുമൊക്കെയുള്ള ഒരാണ്. അങ്ങനെയുള്ള ആണൊരുത്തിന് ഒരിക്കലും സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ, അതും തന്നെ പ്രാണനോളം സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ. അതുകൊണ്ടാണ് ഇപ്പം അവൻ അവൾക്ക് വിളിച്ച്. നീ പറഞ്ഞില്ലേ എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാം മുന്നേ എന്ന്. ആയിരിക്കും, എന്നെക്കാൾ നന്നായിട്ട് അറിയുന്നവൾ തന്നെ ആയിരിക്കും നീ. എന്നാലും എനിക്കറിയാലയില്ല, പരിചയപ്പെട്ടിട്ട് അടുത്തിട്ടൊന്നും അധികം നാളൊന്നും ആയിട്ടില്ല. എന്നാൽ ആ മനസ്സെനിക്കറിയാം, ഒരു പക്ഷേ നിന്നെക്കാളേറെ. കാരണം ഞാൻ അവനെപ്പോലെ ഒരാണിൻ്റെ മനസ്സൊരു പെണ്ണിനേക്കാൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാണി തന്നെ ആയിരിക്കും. പരസ്പരം അടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഞാൻ അവനെൻ്റെ ഫ്രണ്ട് മാത്രമായി കണ്ടിട്ടില്ല, ഒരു കൂടപ്പിറപ്പിൻ്റെ സ്ഥാനത്താണ് കണ്ടത്. അത് സത്യമാണെന്ന് അവൻ എനിക്കെന്നെ തെളിയിച്ചു തന്നതാണ്. നീ ഇന്നലെ അവിടെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അതും അവളെക്കുറിച്ച് ഓർത്ത്. അവളോടുള്ള ദേഷ്യമൊക്കെ മാഞ്ഞുപോയി. പകരം അവിടെ സഹതാപവും സ്നേഹവും നിറഞ്ഞു. അവളെന്ന് അത്രയ്ക്ക് ഉപദ്രവിച്ച് അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. വേണ്ടായിരുന്നു എന്ന് ഇന്നലെ തൊട്ട് 1000 തവണ തോന്നുകയും ചെയ്തു. അവളോട് സംസാരിക്കണമെന്നും അന്ന് തൊട്ട് ശരീരത്തിനും മനസ്സിനും ഇത്രയും നാളും നൽകിയ വേദനയ്ക്ക് സോറി പറയണമെന്നും അവൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അന്നേരമാ അവൻ നിനക്ക് വിളിക്കുന്നു, നീ വീണ്ടും അവളുടെ കാര്യം പറയുന്നു. ധും, അവൻ വീണു. ഓൾറെഡി വീഴാവുന്നവനായിരുന്നു. നീ ഒരു തള്ളു കൊടുത്തു, വീണില്ല. രണ്ടാമതും തള്ളി, അതിൽ കറക്റ്റായി മൂക്കും കുത്തി വീണു. ഇതൊക്കെയാ മോളെ സംഭവിച്ച്. ഇതിനൊക്കെ ഫലമായിട്ട് അവൻ നുസ്രയ്ക്ക് വിളിച്ചു, സംസാരിച്ചു. അത്രയുള്ളൂ കാര്യം. ഇതൊക്കെ അറിയാൻ അവന് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ മനസ്സറിയാനുള്ള കഴിവുണ്ടായാൽ മതി. അവൻ പറഞ്ഞു നിർത്തി. അവൾ അതിശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ആയില്ല, ഇപ്പോൾ വിളിച്ചപ്പോൾ എന്താ ഉണ്ടായെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം അവൻ സംസാരിക്കാൻ മടി കാണിച്ചു. സങ്കടത്തോടെയും അതിലേറെ സന്തോഷത്തോടെയുമുള്ള അവിടെ മുന്നാന്നുള്ള വിളി മൂക്കും കുത്തി വീണവൻ നടുവും തള്ളി തന്നെ വീണു. നിന്നോട് എനിക്ക് ദേഷ്യമില്ല, വേദനിപ്പിച്ചതിന് സോറി. പഴയതുപോലെ നീ എൻ്റെ സുഹൃത്ത് തന്നെ ആയിരിക്കും എന്നൊക്കെയായിരിക്കും അവൻ അവളോട് പറഞ്ഞിട്ടുണ്ടാവുക. ആയിരിക്കുമെന്നല്ല, ആണ് അല്ലേ ഭാര്യയെ? അവൻ പുരിയുമ്പൊക്കെ അവളെ നോക്കി. അവൾ കണ്ണിമയ്ക്കാതെ അവനെ നോക്കിയിരുത്തമായിരുന്നു. അവൻ വീണ്ടും അല്ലടി എന്ന് ചോദിച്ച് അവൾ ആണെന്ന് തലയാട്ടി. അപ്പം രണ്ടിൻ്റെയും കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ആയില്ലെങ്കിൽ രണ്ടും കൂടി ഉടനെ ആക്കിക്കോളും. അതുകൊണ്ട് നീ അവിടെ ഇടയിൽ തലയിടാൻ പോവുകയേ വേണ്ട കേട്ടോ. അവൻ അവിടെ മണ്ടയ്ക്കൊരു കൊട്ടുകൊടുത്തു. അതെങ്ങനെ ശരിയാവുക? മുന്നേ അവളോട് പറഞ്ഞ പഴയ പോലെ ഫ്രണ്ടായിരിക്കുന്നല്ലേ, അപ്പം എങ്ങനെ തീരുമാനമാവുക? അവളുടെ ഒരു കൈ തലയിലേക്ക് പോയി. അവൻ കൊട്ടിയ ഭാഗം ഒഴിഞ്ഞുകൊണ്ടിരുന്നു. മറ്റേ കൈ വായിലേക്ക് പോയി നഖം കടിക്കാൻ തുടങ്ങി. അവൻ അവളുടെ കൈയിലേക്ക് നോക്കി, എന്നിട്ട് മുഖത്തേക്ക് നോക്കി കണ്ണുരുട്ടി കാണിച്ചു. അവൾ വേഗം കൈ വായിന്നെടുത്ത് മടിയിലേക്ക് ഇട്ടു. നിന്റെ തലയിൽ എന്താ ചാണകാണോ? അത്രയും ദേഷ്യാകലം കാണിച്ചുകൊണ്ടിരുന്ന ഇത്ര പെട്ടെന്ന് അതൊക്കെ മറന്ന് അവളെ വിളിച്ച് സോറി പറയും സംസാരിക്കും ഉണ്ടായെങ്കിൽ പിന്നെന്തുകൊണ്ട് ബാക്കിയൊന്നും ഉണ്ടായിക്കൂടാ? എടി പൊട്ടിക്കാളി. അവൻ്റെ മനസ്സിൽ അവൾ കയറിക്കൂടി. ഇപ്പോൾ വിളിച്ചപ്പോൾ തന്നെ അത് പറയാൻ പറ്റുമോ അവന്? നാണക്കേടല്ലേ അവന്? അതുകൊണ്ടാണ് ആ ഫ്രണ്ട് എന്ന വീട് യൂസ് ചെയ്ത്. ഇന്ന് ഇപ്പോൾ വിളിച്ച ഈ വിളി അങ്ങോട്ട് സ്ഥിരമായിക്കോളും. അവൻ പോലും അറിയാതെ അവൻ തന്നെ മനസ്സവൾ കൊടുത്തോളും. അക്കാര്യത്തിൽ ഇനിയൊരു സംശയമില്ല. ഇനി അവൾ വീട്ടിൽ അവതരിപ്പിച്ചാൽ മാത്രം മതി. അവനുടനെ വിവാഹം പറ്റില്ലെന്നല്ലേ പറഞ്ഞ്. ഏതായാലും നിഹാലിൻ്റെയും മൂസിയുടെയും കല്യാണം വരുമല്ലേ. അപ്പം അന്ന് തന്നെ ഒരു എൻഗേജ്മെൻറ്റോ നിക്കാഹോ അങ്ങനെ എന്തെങ്കിലും നടത്തട്ടെ. വാക്കിലൂടെയല്ല, ഒരു ചടങ്ങിലൂടെ തന്നെ ഉറപ്പിച്ചു വെക്കാമല്ലോ. നുസ്രയുടെ വീട്ടുകാർക്ക് അതൊരു സമാധാനമായിരിക്കും. കാര്യത്തിൽ നിഹാൽ അവൾക്ക് മൂത്ത് തന്നെയാണ്. പക്ഷേ സാധാരണ അനിയത്തിമാരെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തതിന് ശേഷമല്ലേ ഈ കാക്കമാരെ വിവാഹം ചെയ്യാറുള്ളൂ. സോ നുസ്രയുടെ വീട്ടുകാർക്ക് ഫാമിലിയിൽ നിന്ന് മറ്റൊക്കെയുള്ള ആ ചോദ്യം കേൾക്കേണ്ടി വരും. എന്തേ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മകളുടേത് കഴിഞ്ഞില്ലേ എന്ന് ഉറപ്പിച്ച് വെച്ച് അവർക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ അവളുടെ കാര്യം ഉറപ്പിച്ചതാണെന്ന്. നുസ്ര ആദ്യം വീട്ടിൽ കാര്യം അവതരിപ്പിക്കട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം നിഹാലിനോട്. മുന്നേയുടെ വീട്ടിലും പറയാം. നാളത്തെ കഴിഞ്ഞ് ഒന്ന് അവിടം വരെ പോയി വരാം. എന്തു പറയുന്നു? അവൻ അവിടെ അഭിപ്രായം തിരക്കി. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അതാണ് സത്യം. അവൻ എല്ലാവരെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അറിയും തോറും അടുക്കും തോറും അവനൊരു അത്ഭുതമായി മാറുന്നു അവൾ അറിഞ്ഞു. ആനന്ദ കണ്ണീർ പൊടിയുന്ന കണ്ണുകളോട് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്താടി ഒന്നും മിണ്ടാത്തെ? അവളുടെ മനസ്സിറങ്ങുന്ന അവന് മനസ്സിലായിരുന്നു. പക്ഷെ ആ ഭാവമൊന്നും കാണിച്ചില്ല. ഏയ് ഒന്നുമില്ല, അവൾ കണ്ണടച്ച് കാണിച്ചു. എന്നാൽ കിടക്കാൻ നോക്ക്, നേരെ ഒരുപാടായി. നിന്റെ വിരൽ ചൂട് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക്. അവനൊരു സൈഡിലേക്ക് കിടന്ന് സൈറ്റ് അടിച്ച് കാണിച്ചു. അവൾ കുറുമ്പോടെ അവനെ നോക്കി. ഇരുന്ന് വായി നോക്കാതെ ലൈറ്റ് ഓഫ് ചെയ്യടി. ലൈറ്റ് അണച്ച് അവളൊരു ഭാഗത്ത് കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.